രാവിലെ നീ പോയിട്ടേ ആ വൈക്കോലെടുത്ത് മൂടിക്കൊണ്ടിട്ട് പിന്നെ ആ കോണി എടുത്ത് അവിടെ വെക്കട്ടാ. ഞാനത് എടുത്തിട്ടുണ്ട് പറഞ്ഞത്. അപ്പൊ ഇത് വിരിച്ചിട്ടിട്ട് അപ്പൊ നീ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. സാനിറ്റൈസർ ഇല്ല, ഡെറ്റോൾ എടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കണം കേട്ടോ. അപ്പൊ ഞാനത് എടുത്തുകൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഞാനിതൊക്കെ എടുത്ത് വന്നെന്ന് വിചാരിച്ചോ? നീ അങ്ങോട്ട് നടന്നോ? ഞാൻ പുറയിലുണ്ട്. എടി എന്തുന്നാണ് ഈ എപ്പോഴും ഇങ്ങനെ ഒരു മാതിരിയാണ്. ഒരു കാര്യം പറഞ്ഞ് ചെയ്യുന്നില്ല. എല്ലാം ചെയ്യാനെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തു അന്നുമില്ലേ? അപ്പൊ നിനക്ക് എന്താണ് സാധനങ്ങളൊക്കെ എടുത്തോളം കൂടെ വെച്ച് എടി വൈക്കോല് വൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. നീ വൈക്കോല് നീ എടുത്തുണ്ടോ? ആ വൈക്കോല് എടുത്തുണ്ടോ? അല്ല അല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യൂല. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടയ്ക്ക് വിട്ടു. അവനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും എന്നോട് ചെയ്യാൻ പറയും. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും അവനോട് ചെയ്യാൻ പറയും. ഇതാണ് ഇവിടുത്തെ സ്വഭാവം. അല്ല കുഞ്ഞു? എടാ ചൂലും കൊണ്ട് പോ. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന വാർക്കയുടെ മുകളിൽ ആ കടിച്ച് മെനയാക്കിയിട്ട് വേണേൽ സാധനം വിരിക്കാനായിട്ട്. അതിന് നിങ്ങൾ തോന്നിയ മാതിരി നിങ്ങൾ ചെയ്യല്ലേ. ഞാനങ്ങനെ എല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ മുകളിലോട്ട് കയറണത്. ഞാൻ ഈ സാധനം ഉണ്ട്, പിന്നെ ഈ സാധനം ഇങ്ങനെ പിടിച്ചിട്ട് കയറേണ്ടത്. ചൂലെടുക്ക്. ആ അടിക്ക. അതും ചൂലെടുത്ത് അടിക്കും. പുള്ളിയുടെ സ്വഭാവമാണ്. പുള്ളി എന്തെങ്കിലും ചെറിയ കാര്യം എടുക്കും, ചെറിയ കാര്യം എടുത്തുകൊണ്ട് പുള്ളി പോകും. ബാക്കിയൊക്കെ എന്നെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അമ്മേനെ ഏൽപ്പിക്കും. നിങ്ങൾ ചെയ്തോളാൻ പറയും, ഞാൻ മുമ്പിലുണ്ടെന്ന് പറയും. എന്നിട്ട് നിങ്ങൾ പുറയിൽ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാൻ പറയും. ഇതാണ് പുള്ളിയുടെ സ്വഭാവം.